ഹലോ ഓൾ, വെൽക്കം ടു മൈ കൊടൈക്കനാൽ വ്ളോഗ്. സോ നമുക്ക് നേച്ചറൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് കൊടൈക്കനാൽ വ്ളോഗ് കാണാം. സോ ഇത് ഞങ്ങൾ പഴനിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. ആ പാടം, ആ മരത്തിൻ്റെ പാറ്റേണൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് നിർത്തി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഹോം സ്റ്റേയുടെ അടുത്ത് എത്താറായൊരു ഏരിയ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ, അതായത് ഫ്രൈഡേ, ഗുണ കേവ്സിലേക്കാണ് ആദ്യമേ പോയത്. കാരണം സാറ്റർഡേ ഗുണ കേവ്സ് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അല്ലാതെ തന്നെ ഞങ്ങൾ ചെന്ന സമയത്തും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇത് പൈൻ ഫോറസ്റ്റ്, ഇത് അടിപൊളിയായിരുന്നു. ക്രൗഡഡ് ആയിരുന്നെങ്കിലും നമുക്ക് പോയിരുന്ന് നമ്മുടെ സൗകര്യത്തിന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവിടെ ലൈക്ക് പ്ലേസസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പർ ലേക്ക് വ്യൂ പോയിൻ്റാണിത്. അവിടുന്ന് കോട ഇങ്ങനെ ലേക്കിലൂടെ ഒഴുകി പോകുന്ന കാണാൻ ലൈക്ക് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മോയർ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ഫുൾ കോട കൊണ്ട് നിറഞ്ഞത് അടിപൊളിയായിരുന്നു. ആ ഒരു മൊമെൻറ്റ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് ആ ഒരു മൊമെൻറ്റിലേ കാണുകയുള്ളൂ, പിന്നെ അത് ഫുള്ള് മാഞ്ഞു പോയി ക്ലിയർ ആവും അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് വേണ്ടി ഹിൽ ടോപ്പ് ഇൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ അടിപൊളിയായിരുന്നു. ആ ഗ്രേവി ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഹിൽ ടോപ്പ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു പേസ്ട്രി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ കസ്റ്റേർഡ് ബൺ, ക്രീം ബൺ ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു 2-3 വെറൈറ്റീസ് ടേസ്റ്റ് ചെയ്തു. വർത്ത് ദ പ്രൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അന്ന് വൈകുന്നേരം ലാസ്റ്റ് ഒരു വ്യൂ പോയിൻറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മൾ മോഡീസ്, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ പേസ്ട്രീസൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ മന്നവന്നൂർ ഷീപ്പ് ഫാമിലേക്കാണ് പോയത്. അത് ഞാൻ റീൽസ് കണ്ടിട്ടാണ് പോയത്, ബട്ട് നമ്മൾ ചെന്ന സമയത്ത് വെയിലായിരുന്നു. മന്നവന്നൂർ ലേക്കാണിത്. ഇവിടെയും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ലേക്കിൻ്റെ അവിടെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി നടന്നിട്ട് വേണം ഈ ലേക്കിലേക്ക് എത്താൻ. അത് കഴിഞ്ഞ് നമ്മൾ ഹോം സ്റ്റേയുടെ അവിടെ റിട്ടേൺ പോകുന്ന സമയത്ത് നിർത്തിയതാണിത്. ഇതായിരുന്നു അടിപൊളി മൊമെൻറ്റ് ഓഫ് ദ ട്രിപ്പ്. എൻ്റെ ഫേവറേറ്റ് മൊമെൻറ്റ് ഇതായിരുന്നു. നമ്മൾ വീക്കെൻഡാണ് റിട്ടേൺ പോകുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏർലി മോർണിംഗ് അവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ വ്യൂ ഭയങ്കര ഹീലിംഗ് ആയിരുന്നു. നല്ല മ്യൂസിക് ഇട്ടിട്ട് ഈ വിൻഡ്മിൽസ് ഇങ്ങനെ കറങ്ങുന്ന കാണാൻ ഭയങ്കര ഒരു തെറാപ്പി പോലെയായിരുന്നു. ലൈക്ക് ട്രാവലിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഈ വ്യൂ ഭയങ്കര രസമായിരുന്നു. ലൈക്ക് എനിക്കറിയില്ല, ഐ ലവ്ഡ് ഇറ്റ്. നമ്മളുടെ ഐറ്റിനറി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ